സംസാരത്തിലെ ഈ പതർച്ചയെന്നറിയാം നിങ്ങൾ അവനെ അപായപ്പെടുത്തിയിട്ടുണ്ടെന്ന്. എന്നിട്ട് തന്ത്രപരമായി സ്വന്തക്കാരൻ ജഡ്ജിയെ പറഞ്ഞു വിട്ടിരിക്കുന്നു. മുന്നിന്ന് മാറിയില്ലെങ്കിൽ പ്ലീസ് സത്യം പറ, എന്റെ മോനെ നീ എന്താ ചെയ്തേ? അവൻ മടങ്ങി വന്നില്ലെങ്കിൽ പറയുന്നില്ല, ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല. പിന്നെ നിങ്ങളുടെ സ്വന്തക്കാരൻ ജഡ്ജിനോട് പറഞ്ഞേക്ക് ഇനി എന്നെ അന്വേഷിച്ച് വരരുതെന്ന്. ദേവിയെ, ഒരു കാര്യം ഉറപ്പായി. ഋഷിയുടെ മരണത്തെക്കുറിച്ച് ഹരിയേട്ടൻ ചില സംശയങ്ങൾ പറഞ്ഞില്ലേ? അതിലൊന്നും ഒരു അർത്ഥവുമില്ല. മരണപ്പെട്ടുപോയ മകനെ കാത്തിരിക്കുന്ന ഒരമ്മയല്ലേ അത്? എങ്ങനെ തിരിച്ചു കൊടുക്കും അവൾക്ക് അവളുടെ മകനെ? മോളെ, മകനെ കാണാതായതിന്റെ വിഷമമല്ല, മകൻ നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ കരച്ചിലല്ലേ നമ്മളീ കണ്ടത്. അരുന്ധതി പറയുന്നതൊക്കെ അവളുടെ മനസ്സിൽ നിന്നും മണപൊട്ടി ഒഴുകുന്ന വേദനകളല്ലേ. പാവം, ഞാൻ ഇടയ്ക്ക് സത്യം വിളിച്ചു പറഞ്ഞു പോവുമെന്ന് സംശയിച്ചതാ. പക്ഷെ അരുന്ധതിയുടെ മോനു വേണ്ടി അവള് നിൽക്കുന്നത് പോലെ എന്റെ മോനെ കുറിച്ച് ഞാനും ഓർത്തുപോയി. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് ഒന്നും പറയാനില്ലമ്മ. വരുന്നത് അനുഭവിക്കാം. നന്ദനായിരുന്നത് കുരുക്കും ഉറപ്പാ. അല്ലെങ്കിൽ ഇങ്ങനെ ചന്ദ്രത്തൊന്നും ബഹളം വെക്കില്ലായിരുന്നു. അതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല രജനി. പറഞ്ഞു കേട്ടെടുത്തോളം എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അരുന്ധതി അടങ്ങിയിരിക്കില്ല. പണ്ടേ പകയുണ്ടല്ലോ. മോനെ അപകടപ്പെടുത്തിയത് നന്ദനാണെന്ന് അറിയുകയും ചെയ്തു. അവരുടൻ തന്നെ പോലീസ് പരാതി കൊടുക്കും. അയ്യോ ഈശ്വര. പക്ഷേ നന്ദൻ അതിലൊന്നും പേടിയില്ല. അവൻ എന്തും നേരിടാൻ തയ്യാറായി നിൽക്കുക. ഹരിസാർ പറഞ്ഞത് അരുന്ധതി മേഡത്തിന്റെ നീക്കങ്ങളിൽ എന്തൊക്കെ പൊരുത്തക്കേട് തോന്നിയെന്ന. എന്ത് പൊരുത്തക്കേട്? അല്ല, അവരുടെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ പെരുമാറ്റം അവർക്ക് വലിയ വിഷമമൊന്നുള്ളതായിട്ട് തോന്നിയില്ല അത്രേ. ഗിരി, നന്ദൻ ചെയ്യില്ലാവുന്ന കാര്യമൊന്നും എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. അമ്മയുടെ അച്ഛൻ്റെയൊക്കെ അവസ്ഥ എന്താവും? നമുക്ക് അരുന്ധതി മേടത്ത് ചെന്നൊന്ന് കണ്ടാലോ? എന്തിന്? എല്ലാം തുറന്നു പറയാം. എന്ത് തുറന്നു പറയാന്നാ? അവരുടെ മകനെ കൊന്നത് നന്ദനാണെന്നോ? അതിലും ഭേദം നന്ദൻ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നതല്ലേ? ഗിരി, പറഞ്ഞു കേട്ടെടുത്തോളം നന്ദ മകനെ കൊന്നു എന്നറിഞ്ഞ നന്ദൻ അരുന്ധതി കൊല്ലും. അവരുടെ രീതി അങ്ങനെയൊക്കെയാണെന്ന് മുമ്പ് നന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്തൊക്കെ പറഞ്ഞാലും നിയമത്തിന് മുന്നിൽ നന്ദനെ എത്തിക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ തന്നെ വിഷമിക്കേണ്ടി വരില്ലേ? വരട്ടേമേ,
കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹരിസാർ പറയുന്ന പോലെ ചെയ്യാം. ഈശ്വര, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ നന്ദനെ രക്ഷപ്പെടുത്തണേ. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ വെച്ച് ഒന്നിനും ഒരു വ്യക്തത വരുന്നില്ലല്ലോ. അതെ ആന്റി, അരുന്ധതി മാഡത്തിന്റെ വീട്ടിൽ പോയി വന്ന് ഹരിയങ്ങൾ പറഞ്ഞത് കേട്ടപ്പോ ചെറിയൊരു ആശ്വാസവും പ്രതീക്ഷയൊക്കെ തോന്നിയതാ. നന്ദു അറിയാത്ത എന്തോ ഒരു ചതി ഇതിന് പുറകിൽ നടന്നിട്ടുണ്ടോന്നൊരു സംശയം തോന്നി. അത് നമുക്ക് സഹായമായിട്ട് വരുമെന്നും പ്രതീക്ഷിച്ചു. പക്ഷേ അരുന്ധതി മാഡം വന്ന് ബഹളം വെച്ചതോടെ ആ പ്രതീക്ഷയൊക്കെ അങ്ങ് പോയി. അത്ര തകർന്നിട്ടാ മാഡം നിൽക്കുന്നേ. മോളെ, നന്ദൻ ഇങ്ങനൊരു കൊലപാതകം ഇതിലിനി സംശയിക്കാനൊന്നുമില്ല ആന്റി. ഋഷിയുടെ മരണത്തിന് പിന്നിൽ നന്ദു തന്നെയാ. ഈ സംഭവങ്ങളിൽപ്പെട്ട് നിന്റെ മനസ്സ് പതറിപ്പോവരുത്. നീ MLA യാ. നാടിനോടെന്നും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. കുടുംബത്തിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തില്ലേ? കരഞ്ഞ് കാലുപിടിക്കുകയും ചെയ്തില്ലേ? അവസാനം അതിനെയൊക്കെ മറികടന്ന് നീ ഉറച്ച മനസ്സുള്ള ഒരു പെണ്ണായി അവിടെ തന്നെ നിൽക്കണം. ഇനി പഴയതുപോലെ അലഞ്ഞു നടക്കുന്ന ദേവികയാവണ്ട. ഷാരി പറഞ്ഞത് തന്നെയാ ആന്റിയും പറയുന്നത്. ചന്ദ്രോത്ത് സംഭവിച്ച ഒരു വിഷയത്തിന്റെ തെറ്റും ശരിയും കണ്ടുപിടിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ഇപ്പൊ ഞാൻ കൂടെ നിൽക്കുന്നത് നന്ദുവിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനൊന്നും അല്ല. ചന്ദ്രോത്തിനോട് എനിക്കൊരു കടമയുണ്ട്, അത് മറക്കാൻ പറ്റില്ല. നന്ദുവിന്റെ കാര്യത്തിൽ എല്ലാവരും തകർന്നു നിൽക്കുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയായാലും എന്റെ ജീവിത പങ്കാളിയായിരുന്ന ആളാ നന്ദു. നിയമപരമായി പിരിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും എന്റെ ഭർത്താവാ. രേഖകളിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. എന്നെ സ്നേഹിച്ച ആള്, സ്വപ്നങ്ങൾ പങ്കുവെക്കുകയും ഇഷ്ടങ്ങൾ സാധിച്ചു തരികയും ചെയ്തിട്ടുള്ള ആള്, എന്റെ കണ്ണൊന്ന് നിറഞ്ഞ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് സന്തോഷവും സങ്കടവും വിഷമങ്ങളും ഒക്കെ ഷെയർ ചെയ്ത ആള്. അങ്ങനൊരാള് ഈ അവസ്ഥയിൽ നിൽക്കുമ്പോ ഞാനല്ല ഏതൊരു പെണ്ണും ചെറുതായിട്ടൊന്ന് ഉലഞ്ഞു പോവും. മോളെ, നേരെ നീ പറഞ്ഞത്. മേരി തോമസുമായുള്ള ബന്ധം അറിഞ്ഞപ്പോ എന്റെ മനസ്സിലും ബാലുവിനോടുള്ള പക നിറഞ്ഞതാ. പക്ഷെ പിന്നീട് സത്യങ്ങളൊക്കെ ബാലുവിന്റെ ഡയറിയിൽ നിന്ന് അറിഞ്ഞപ്പോ ആ ആത്മാവിന് ഞാൻ മാപ്പ് കൊടുത്തു. അത് പക്ഷേ ഞങ്ങളുടെ കല്യാണത്തിന് മുൻപ് ബാലുവിന് അറിയാതെ സംഭവിച്ച തെറ്റാ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. നിന്നെപ്പോലൊരു പെണ്ണിനെ വഞ്ചിക്കാൻ നോക്കുക, ചെയ്തതെല്ലാം മറച്ചു വെക്കാൻ നോക്കുക. ഇതിലപ്പുറം മഹാപാപം വേറെ എന്തുണ്ട്? അന്ന് ചന്ദ്രോത്ത് ചെന്നപ്പോ എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞു നന്ദൻ. അവൻ പറഞ്ഞതൊക്കെയാണോ ശരി? അതല്ല പറയാത്ത കാര്യങ്ങൾ ബാക്കിയുണ്ടോ? ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഞാനും അതേ അവസ്ഥയില ആന്റി. തെറ്റും ശരിയും കൂടി കുഴഞ്ഞു കിടക്കും പോലെ. ഒരാളെ കൊന്ന ആളെന്ന നിലയ്ക്ക് നിയമം കൊടുക്കുന്ന കൃത്യമായ ശിക്ഷ തന്നെ നന്ദുവിനും കിട്ടണമെന്നറിയാം. പക്ഷെ ഏതോ ചില സമയങ്ങളിൽ നന്ദു രക്ഷപ്പെട്ടു വരാനും ആഗ്രഹിച്ചു പോവുക. കഴുത്തിൽ ഇനിയും മാറാതെ കിടക്കുന്ന ഈ താലിയായിരിക്കും എന്നെ കൊണ്ടത് തോന്നിപ്പിക്കുന്നത്. പക്ഷെ ഞാനായിട്ട് തന്നെ നിൽക്കും ആന്റി. ചന്ദ്രോത്തിന് വേണ്ടി ഞാൻ എല്ലാത്തിനും കൂടെ നിൽക്കുന്നെങ്കിലും എന്റെ വ്യക്തിത്വം വിട്ട് ഞാനൊന്നും ചെയ്യില്ല.
ആ ബെല്ല, ഹ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു ഋഷി. ഒന്നല്ല, 1000 അഭിനന്ദനങ്ങൾ. എന്താ ബെല്ല? നിന്റെ അമ്മ അരുന്ധതി മാഡം ചന്ദ്രോത്ത് പോയി എല്ലാവരെയും വിറപ്പിച്ചതിന്. ചന്ദ്രോത്തുകാരെ ആകെ പേടിച്ചിരിക്കുക. അവര് വരണ്ടിരിക്കുകയാണെന്ന് കെവിൻ പറഞ്ഞു. നീയല്ലേ ആന്റിയെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്? അമ്മയെ നിർബന്ധിച്ചാണ് ഞാൻ പറഞ്ഞയച്ചതെങ്കിലും ഞാൻ പറഞ്ഞതിലും നന്നായി അമ്മ അവിടെ അഭിനയിച്ചു. സത്യത്തിൽ അമ്മയ്ക്ക് ഇതിനോടൊക്കെ എതിർപ്പായിരുന്നു. അമ്മയെ അവസാനം ഭീഷണിപ്പെടുത്തേണ്ടി വരെ വന്നു. എന്നോടുള്ള സ്നേഹം കാരണം പാവം അമ്മ ഒക്കെ അനുസരിക്കാം. നിന്റെ ലവറെ കൊന്നതിനും നിന്നെ കൊല്ലാൻ നോക്കിയതിനുമൊക്കെ പകരം വീട്ടണ്ടേ? മാഡത്തിനും കൂടി വേണ്ടിയിട്ടല്ലേ നീ ഇറങ്ങിയത്? അപ്പോ നിനക്ക് വേണ്ടി മാഡം ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അത് വേണം. നന്ദൻ രഹസ്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് വലിയ ഹരിചന്ദ്രനാകാൻ നോക്കിയാലേ നമ്മൾ അതിനപ്പുറത്തുള്ള കളി കളിക്കും. ഈ കളിയിൽ നീയും ഞാനും കെവിനും ജയിക്കുക തന്നെ ചെയ്യും. നമ്മൾ ജയിക്കും. ബെല്ല, ഞാൻ വിളിക്കാവേ. ഹലോ ഋഷി. എന്താടാ? ഹലോ. ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ? കെവിനേട്ടാ, ആ അരുന്ധതി മാഡം ചന്ദ്രോത്ത് വന്ന് ബഹളം ഉണ്ടാക്കിയെന്ന്. ആണോ? ഇതിന്റെ പിറകിൽ എന്തോ കളികൾ നടക്കുന്നുണ്ടെന്ന് തന്നെയാ എന്റെ ഉറച്ച വിശ്വാസം. എന്താ ശരിക്ക് അങ്ങനെ ഒരു തോന്നൽ? നന്ദേട്ടൻ ഋഷിയെ കൊന്നു എന്ന് പറയുന്നു, പക്ഷെ മറ്റൊന്നും പറയുന്നില്ല. അരുന്ധതി മാഡം ആണെങ്കിൽ മോനെ തിരക്കി ചന്ദ്രോത്ത് കയറി ഇറങ്ങുന്നു. അതിലെന്തോ ഒരു കുഴപ്പമില്ലേ? അല്ല, കെവിനേട്ടൻ ഈ കൊലപാതകമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താ ഈ പറയുന്നേ? അല്ല, അങ്ങനെയല്ല. നന്ദേട്ടൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇതുപോലൊരു സംഭവം നടന്നത്? ഇവളോട് ചിലപ്പോൾ നന്ദൻ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഈ കാര്യം അറിയാവുന്നു. കെവിനേട്ടാ, സത്യം പറയാലോ, മുമ്പൊരു തമാശ പോലെ ഞാനൊരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാനതത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോ നന്ദേട്ടൻ തന്നെയാ ഋഷിയെ കൊന്നത്. അവിടെ ഹരിസാർ വീട്ടിൽ ചെന്നത് ആ അരുന്ധതി മാഡത്തിന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്ത് ന്യായമെന്നാ ഞാൻ ആലോചിക്കുന്നത്. സാധാരണ ഒരു കേസിന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? ഇവിടെ ഇതാ മോനെ കാണാതായ കാര്യം അന്വേഷിച്ച് ആരും ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞ ബഹളം. ഇതിലൊക്കെ എന്തോ ഒരു കുഴപ്പം കെവിനേട്ടനും തോന്നുന്നില്ലേ? ഇല്ലേന്ന്. അല്ല, ശരിയ പറയുന്നത് ശരിയാ. എന്താ കെവിനേട്ടന്റെ പറച്ചിലിനൊരു ബലം പോരല്ലോ, എന്തോ ഒരു ടെൻഷൻ പോലെ. എനിക്കെന്താ ടെൻഷൻ? ആ, ശ്രദ്ധിക്കുന്നുണ്ട്. ഋഷിയുടെ കൊലപാതകത്തിന്റെ കാര്യം പറയുമ്പോ കെവിൻ ചേട്ടന്റെ മുഖത്തൊരു പേടി. പേടിയോ? എല്ലാം എത്രയും പെട്ടെന്ന് തെളിയണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. എന്നിട്ടാണോ നന്ദേട്ടന്റെ കൂടെ കൊലപാതകം നടത്താൻ ഏതെങ്കിലും സഹായി ഉണ്ടോന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ യാതൊരു അന്വേഷണവും നടത്താത്തത്? ശരിയെ, അതിപ്പോ നന്ദൻ ഓഫീസിൽ വരുന്നില്ലല്ലോ. ഓഫീസിൽ വരട്ടെ. ഇതൊന്നും ഫോണിലൂടെ ചോദിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. പിന്നെ ഈ കൊലപാതകയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളുടെ മുമ്പിൽ ചെന്ന് കുത്തി കുത്തി ഓരോന്ന് ചോദിക്കാൻ പറ്റുമോ? ചാരികയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യാം. ഒറ്റയ്ക്ക് അവനൊന്ന് കിട്ടട്ടെ. നന്ദനോട് ചോദിച്ച് രഹസ്യങ്ങൾ കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരും. അത് ചാരികയോട് പറയുകയും ചെയ്യും. കാര്യമൊക്കെ ശരിയാ. എന്നോട് കെവിനേട്ടൻ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. വരട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ ശരി, സത്യമായിട്ടും വേണ്ട വേണ്ട, ഞാനേ സിഐഡിയാ, സകലതും വെളിച്ചത്തോണ്ട് വരും. സിഐഡി പോവല്ലേ? സിഐഡി
സാർ ഇരിക്കണം. കോഫി എടുക്കട്ടെ? വേണ്ട, ഒന്നും വേണ്ട. വന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ല. അരുന്ധതി ചന്ദ്രോത്ത് പോയിരുന്നു അല്ലേ? ആ അതെ. ഒക്കെ ഞാൻ അറിഞ്ഞു. അന്ന് ഞാൻ വന്നപ്പോൾ അരുന്ധതിയെ വലിയ ടെൻഷനും വെപ്രാളമൊന്നും ഇല്ലാതെയാണ് കണ്ടത്. പിന്നീട് ചന്ദ്രോത്ത് പോയി ബഹളം വെച്ചു എന്നറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. എന്റെ മകന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം സാർ. എന്ന് വെച്ചാൽ ഞാനിതിലൊന്നും ഇടപെടണ്ടെന്ന് അരുന്ധതി പറയാതെ പറയുകയാണ്. എനിക്ക് ഇനിയും പ്രഷർ താങ്ങാൻ വയ്യ സാർ. സാറും ബുദ്ധിമുട്ടണ്ട. എത്ര ശ്രമിച്ചാലും ഒന്നും നടക്കില്ല. അവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. അരുന്ധതിയുടെ മാനസികാവസ്ഥയെ ഞാൻ മാനിക്കുന്നു. അരുന്ധതിയുടെ സ്ഥാനത്ത് വേറെ ആരായാലും മടുത്തിട്ടുണ്ടാവും, അറിയാം. അന്വേഷണമൊക്കെ എന്നേ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, PM-നുള്ള അപേക്ഷ അതൊക്കെ ഞാൻ നേരത്തെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ അരുന്ധതി, എങ്ങനെയാണ് അരുന്ധതിയോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താ സാർ? ഞാൻ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് പതറുകയാണ്. പക്ഷെ എന്തായാലും അരുന്ധതി അറിഞ്ഞേ പറ്റൂ. സാർ കാര്യം പറയൂ. അരുന്ധതി അത് കേൾക്കുമ്പോൾ പതറിപ്പോകരുത്. വിധി അങ്ങനെ വേണം കരുതാൻ. സാർ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറയൂ. അരുന്ധതി ഇനി മകനെ കാത്തിരിക്കണ്ട. എന്താ സാർ? അരുന്ധതിയുടെ മകൻ ഋഷി ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. അവൻ മരണപ്പെട്ടിരിക്കുന്നു. സാർ, അതൊരു കൊലപാതകമായിരുന്നു. ചന്ദ്രോത്ത് സിദ്ധാർത്ഥന്റെ മകൻ നന്ദൻ നിങ്ങളുടെ മകനെ കൊന്നു. നന്ദ, 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 നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വെറുതെ. എടാ, ഹരിയേട്ടൻ അരുന്ധതിയെ കാണാൻ പോയിരിക്കുക. ഹരിയങ്ങൾ ആരെ വേണോ കണ്ടോട്ടെ, എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ. എനിക്ക് പേടിയില്ല. വരുന്നൊക്കെ നേരിടാൻ തയ്യാറായിട്ടാ ഞാൻ നിൽക്കുന്നത്. മോനെ, എനിക്ക് ഒരപേക്ഷയേ ഉള്ളൂ. എന്തു വന്നാലും അമ്മ വിഷമിക്കരുത്.
എന്ത് വിഷമിക്കരുതെന്ന്. അങ്ങനെ നിന്നെ ഞാൻ പോലീസിന് വിട്ടുകൊടുക്കത്തൊന്നുമില്ല. അമ്മേ, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴേ മനസ്സ് തയ്യാറായിരിക്കണം. ഹരിയങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊന്നും അറിയില്ല. അങ്കിളിനെ കാണുമ്പോൾ ഇപ്പൊ എനിക്ക് ദേഷ്യം വരിക. ഹരിയേട്ടൻ ഇന്നും കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കും. മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കെവിനും ആദ്യ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയട്ടെ? അമ്മേ, വേണ്ട. അത് നമ്മളെ സഹായിക്കുന്നവരെ ചതിക്കുന്ന പോലെ ആവുമെന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടില്ലേ? അല്ല മോനെ, ഇനി എന്ത് സംഭവിച്ചാലും കെവിനെയും ഇസബെല്ലയും ഒന്നും ഒറ്റുകൊടുക്കാൻ പാടില്ല. എനിക്ക് വേണ്ടി അവരുടെ ഭാവിയും കൂടെ ഇല്ലാതാക്കരുത്. എന്നാലും നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. അമ്മ വിഷമിക്കാതെ. അമ്മ വിഷമിച്ച എനിക്കും സങ്കടമാവും. പിന്നെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞേക്കാം. ഹരിയേട്ടൻ അരുന്ധതിയെ കണ്ട് എന്ത് തീരുമാനങ്ങളാണോ ഇന്ന് എടുക്കാൻ പോകുന്നത്?